മിഡിൽ ഈസ്റ്റിൽ സമവാക്യങ്ങൾ മാറുന്നു. ഒരു വർഷം പിന്നിടുന്ന ഇസ്രായേൽ ഗസ യുദ്ധം വലിയ രാഷ്ട്രീയ മാറ്റമാണ് മേഖലയിൽ വരുത്തിയത്. ഇസ്രായേലുമായി സഹകരണ നയവുമായി മുന്നോട്ട് പോയ സൗദിക്ക് തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു. ഗസയ്ക്ക് വേണ്ടി അറബ് ലീഗ് ശബ്ദമുയർത്തി. ഇങ്ങനെ വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനും UAEയും സൈനിക ബന്ധം സ്ഥാപിക്കുന്നെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി UAEയിലേക്ക് 4 കപ്പലുകളാണ് ഇറാൻ അയച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ കരാറിനെ തുടർന്നാണ് കപ്പലുകൾ അയക്കാൻ ധാരണയായത്. ഇതാദ്യമായാണ് അറബ് രാഷ്ട്രങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷ അതത് രാജ്യങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് ഇറാൻ്റെ സൈനിക മേധാവി അലി റസ തങ്സിരി പറഞ്ഞു. വിദേശ ശക്തികളല്ല ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ കൈകാര്യം ചെയ്യേണ്ടതെന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. വിദേശ രാജ്യങ്ങളുടെ സഹായമില്ലാതെ പ്രാദേശിക രാജ്യങ്ങൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAEക്ക് പുറമെ മറ്റ് രാജ്യങ്ങളുമായും സൈനിക സഹകരണം നടത്തുമെന്നും തങ്സിരി പറഞ്ഞു. ഇറാഖ് ഉൾപ്പെടെയുള്ള പ്രാദേശിക രാജ്യങ്ങളുമായി സൈനിക സഹകരണത്തിന് പദ്ധതിയുണ്ടെന്ന് IRGC കമാൻഡർ വെളിപ്പെടുത്തി. നേരത്തെ ഒമാനുമായി സൈനിക സഹകരണത്തിൻ്റെ ഭാഗമായി ഡ്രിൽ നടത്തിയിരുന്നു. അയൽ രാജ്യങ്ങളുമായി ചേർന്ന് ശക്തമായ പ്രതിരോധ ബന്ധം വളർത്താൻ ശ്രമിക്കുകയാണെന്ന് ഇറാൻ സൈനിക തലവൻ അറിയിച്ചു. ആഗോള എണ്ണ കയറ്റുമതിയിൽ ഇറാന് മുഖ്യ പങ്കുണ്ടെന്ന് തങ്സിരി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടുത്താതെ പ്രാദേശിക രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് സംരക്ഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. IRGC നാവികസേനയിലേക്ക് ഉടൻ തന്നെ മൾട്ടി പർപ്പസ് ഡ്രോൺ കരിയറിനെ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡ്രോണുകളെ വഹിക്കുന്ന കപ്പലുകളും ഹെലികോപ്റ്ററുകളും UAVകളും വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകളും ഇറാനുണ്ടെന്നും സൈനിക മേധാവി അറിയിച്ചു. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയ മറുപടിയാണ് ചർച്ചയാകുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അമേരിക്ക സഖ്യം ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അരാങ്ചി നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ അത് മേഖലയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ നടത്തുന്ന ആക്രമണം US നടത്തുന്ന ഏറ്റവും വലിയ ചരിത്രപരമായ വിഡിത്തമായിരിക്കുമെന്നും അരാങ്ചി താക്കീത് നൽകുന്നു. ഗസയിലെ ജനത മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു. ട്രംപിന് അരാങ്ചി മറുപടി നൽകിയിരുന്നു. ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയുമായി ട്രംപ് മുന്നോട്ട് പോയാൽ എന്താവും ഇറാൻ്റെ ഗെയിം പ്ലാൻ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീൻ ജനതയെ അല്ല ഇസ്രായേലികളെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നാണ് അബ്ബാസ് അരാങ്ചി മറുപടി നൽകിയത്. മുമ്പും പലരും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. പലസ്തീനെ ഒഴിവാക്കാനാവില്ല, ഒപ്പം പലസ്തീനികളെയും പുറത്താക്കാൻ കഴിയില്ല, അബ്ബാസ് അരാങ്ചി പറഞ്ഞു. പലസ്തീൻകാർക്ക് പകരം ഇസ്രായേലികളെ പുറത്താക്കാൻ ശ്രമിക്കൂ, അവരെ ഗ്രീൻലാൻഡിലേക്ക് മാറ്റൂ. അങ്ങനെയായാൽ ഒരു വെടിക്ക് 2 പക്ഷികളെ അവർ കൊല്ലാനാകും. ഗ്രീൻലാൻഡിലെ പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം ഇസ്രായേലികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാം. അത് അവർക്ക് അനുയോജ്യമായ ഇടമായിരിക്കും, അബ്ബാസ് അരാങ്ചി പരിഹസിച്ചു.